ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കുറച്ച് ഷോർട്ട് വീഡിയോ ആയിട്ടിരുന്ന സ്ലീവ് ഡിസൈൻ വീഡിയോ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു ഡിസൈനാണ് ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് കുറച്ച് മാറ്റം വരും. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ഇതേപോലെയും ഉപയോഗിക്കാം. ഫസ്റ്റ് ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. 2.5 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലും ഇതേപോലെ കറക്റ്റ് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. താഴത്തെ വിഡ്ത്തിന് എത്രയാണോ ആവശ്യം അത്രയും വേണ്ട പീസ് ഇതേപോലെ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ആ ഒരു ഭാഗം എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് മാറി വീണ്ടും ഒരു മാർക്കിംഗ് കൊടുക്കണം. നമ്മൾ ആ താഴെ മാർക്ക് ചെയ്ത് അവിടെ ഇതേപോലെ ഈ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് മുകളിൽ വെച്ചും അതേപോലെ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മോഡലിലായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഇനി താഴെ നിന്ന് നമ്മൾ ആ ഫോൾഡ് ചെയ്യേണ്ട പോർഷൻ ഇവിടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത് മുകളിൽ നിന്ന് ഇതേപോലെ താഴേക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് അതിൻ്റെ പുറത്തോടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ഒരു വലിയ മുത്തും ഒരു ചെറിയ മുത്തും വെച്ചിട്ട് സൂചി നൂലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് ഫസ്റ്റ് മോഡൽ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നമുക്ക് നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടും ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലുമുള്ളൊരു ക്യാൻവാസ് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് ചെയ്തിട്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ആ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ആ മാർക്കിങ്ങിലെ പോയിൻ്റ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. ഇനി അത് ഇതേപോലെ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലൊരു ഷേപ്പിൽ കിട്ടും. ഈ ഒരു ഷേപ്പ് നമുക്ക് വേറൊരു പീസ് തുണിയിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് ഇവിടെ സ്ട്രൈറ്റ് വെച്ച് പിൻ ചെയ്ത് കൊടുക്കണം. ഇനി അതിനകത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം അത് ആ തയ്യൽ കട്ടാവാതെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇനി എൻഡ് ഇതേപോലെ സാധാ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ വൈറ്റ് കളർ പേൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഒരു വലുതും ഒരു ചെറുതുമായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ബീഡ്സും വെച്ച് കൊടുക്കാം. ഇനി അകത്തേക്ക് അതിൻ്റെ പാൻറ്റിൻ്റെ തുണിയോ അല്ലെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന ഒരു തുണിയോ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ 4 സൈഡിലും ഞാൻ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തില്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പീസ് വെച്ചിട്ട് വേണം ഈ ബീഡ്സ് കൊടുക്കാനായിട്ട്. സിംഗിൾ ഫൂട്ട് വെച്ചിട്ടാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നെക്കിൻ്റെ സെൻറ്ററിലും ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സ്ലീവിൻ്റെ എൻഡിലെ വിഡ്ത്ത് എത്രയാണോ ആ വിഡ്ത്തിൻ്റെ നീളത്തിനും 3.5 ഇഞ്ച് വീതിയിലുമുള്ള ഒരു ക്യാൻവാസ് എടുത്ത് ഇതേപോലെ ഒന്ന് നമുക്കൊരു 6ൻ്റെ ഷേപ്പ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു 6ൻ്റെ ഷേപ്പ് കുറച്ചുകൂടി വലുതായിട്ട് വേണമെങ്കിൽ ക്യാൻവാസിൻ്റെ നീളം കുറച്ചുകൂടി എടുക്കാം. എന്നിട്ട് ഇത് അതേപോലെ ഇപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്ത് അതൊന്ന് പതിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി 4.5 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് തുണി ഇതേപോലെ എടുത്തിട്ട് അതിലൊരു പീസിലേക്ക് ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചതിന് ശേഷം 2 തുണിയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ വെളിയിൽ പോവാതെ ആ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ചിങ് കട്ടാവാതെ കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്യുമ്പോൾ ചെറിയ ചുളിവ് വരുമെങ്കിൽ ആ ചുളിവിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് തൊട്ടിട്ട് തേച്ച് കൊടുത്താൽ മതി. ആ ചുളിവ് പോകും. ഇനി ഈ ഒരു പോർഷൻ്റെ മുകൾ വശം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പോർഷൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ആ വളഞ്ഞു വന്നേക്കുന്ന പോർഷനിലെ അവിടെ ഒരു ചെറിയ മുത്ത്, ഒരു വലിയ മുത്ത്, ഒരു ചെറിയ മുത്ത് ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ആ ഒരു വളഞ്ഞ വശത്ത് ഫുള്ളും ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ആ ഒരു ഗ്യാപ്പ് ഫുള്ളും നിങ്ങൾക്ക് ബീഡ്സ് വയ്ക്കുന്നെങ്കിൽ ആ മേളിലത്തെ ആ ഗോപി പോലൊരു ഷേപ്പിൽ നിന്ന് ഈ താഴെ വരെയും വെച്ച് കൊടുക്കാം. ഇനി ആ ഗോപി പോലൊരു ഷേപ്പ് സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ടും ചെയ്യാം. ഇതേ മോഡൽ തന്നെ നെക്കിലും ചെയ്തെടുക്കാം. 2.5 ഇഞ്ച് വീതിയിലും 2.5 ഇഞ്ച് നീളത്തിലും ഇതേപോലെ ക്യാൻവാസിൽ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്ത് അതൊരു തുണിയിലേക്ക് വെച്ച് അയൺ ചെയ്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കുറച്ചുകൂടി വലുപ്പത്തിലും ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലൊരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അതിൽ വേണം ഇതേപോലെ ലൈന് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. പേപ്പറിൽ എടുക്കരുത്. പേപ്പറിൽ എടുത്തിട്ട് ഇതേപോലെ ത്രെഡ് വെച്ച് ഇടിക്കുമ്പോൾ കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള പേപ്പർ എടുക്കുമ്പോഴും ബേസ് ബോർഡ് എടുക്കരുത്. നമ്മൾ ഈ തുണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കവർ എടുത്തിട്ട് അതിൽ വേണം ഇതേപോലെ കറക്റ്റ് ഒന്ന് ലൈൻ ചെയ്തെടുക്കാൻ. ഇത് നമ്മുടെ ബാക്കിലൊക്കെ ഹാങ്ങിങ് ഇടത്തില്ലേ, ആ ഒരു വള്ളിയാണ് ഇതിനെടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ കറക്റ്റ് ലെവലിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇത് ആ ഒരു പോർഷനിലേക്ക് വെച്ചിട്ട് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ. അതിനുശേഷം ആ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതും നമുക്ക് നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ചെയ്ത് കൊടുക്കാം.
2 ഇഞ്ച് വീതിയിലും 2 ഇഞ്ച് നീളത്തിലും ഇതേപോലെ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് അത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനാവശ്യമുള്ള പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്ലീവിൻ്റെ എൻഡിലേക്ക് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. തയ്യൽ തുമ്പ് ഒട്ടും വേണ്ട, ഇതേപോലെ എൻഡിലേക്ക് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അത് ഇതേപോലെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു മോഡലിലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ? എന്നിട്ട് ഈ ഒരു ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വലിയ ബീഡ്സും ചെറിയ ബീഡ്സും ഇതേപോലെ ഒന്ന് കൊരുത്തെടുക്കണം. ഇതിപ്പോൾ നൂല് ഒന്ന് കൊരുത്ത് പൊട്ടിച്ച് ഒന്ന് കൊരുത്ത് അങ്ങനെ എടുക്കണ്ട. ഇത് ഒരേപോലെ തന്നെ നമുക്ക് കൊരുത്തങ്ങ് പോവാം. ഇതാണ് സ്ലീവിൻ്റെ എൻഡിലെ ആ ഒരു മോഡൽ. ഈ ഒരു മോഡൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഈ ഒരു മോഡൽ എൻഡിലും ചെയ്യാം, അല്ലാതെ സ്ലീവിൻ്റെ സെൻറ്ററിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് 2 സൈഡിലായിട്ടും ചെയ്യാം. പിന്നെ ഇത് നെക്കിലും സെൻറ്ററിലും ചെയ്യാം, നെക്കിൻ്റെ റൗണ്ടായിട്ടും ചെയ്യാം. ഇതേപോലെ 2 കളർ തുണി എടുത്തിട്ട് അതിപ്പോൾ നമുക്ക് അടിച്ച് കിട്ടുമ്പോൾ അതിന് 1 ഇഞ്ച് വീതിയെങ്കിലും വേണം. 1 ഇഞ്ച് വീതിയിലും 2 മീറ്ററെങ്കിലും നീളം വേണം. എങ്കിലേ നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ സ്ലീവിൻ്റെ എൻഡിലെ വിഡ്ത്തിനനുസരിച്ച് അത് കിട്ടും. എന്നിട്ട് അത് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്ക് സ്ലീവിൻ്റെ എൻഡിലേക്ക് വെച്ചിട്ട് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കത് സ്ലീവിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തൂടെ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിന് വരില്ല. ഞാനത് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിന് തന്നെ കിട്ടും. ഇതിപ്പോൾ ഈ പിക്കി കാണുന്ന പോലെയല്ല, നന്നായിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.